ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗെയിംസ് റോളക്സ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗെയിംസ് റോളക്സ്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. എൻ്റെ വണ്ടിയാണ് താജ്മഹൽ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ആണെന്ന് ആലോചിക്കുന്നു. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഞാൻ കത്തിക്കുന്നുണ്ടെങ്കിലും വണ്ടി മൊത്തത്തിൽ പണിയിലാണ്. നിങ്ങൾക്ക് കാണാമല്ലോ എൻ്റെ ഹാർട്ട് പെർസെൻറ്റേജ് ആ കിലോമീറ്ററിൻ്റെ അപ്പുറത്തിരിക്കുന്നേ മീറ്റർ, അതാണ് എൻ്റെ ഹാർട്ടിൻ്റെ ഇത്. അപ്പം അത്രയും വണ്ടി എത്രയും ഡാമേജ് ആവുന്നെന്നാൽ കാണിക്കും. വണ്ടി എടുത്തിരിക്കുകയാണ്. നമുക്കപ്പം നേരെ ഇന്ന് പോകേണ്ടത് പാവൂട്ടി എവിടാണ്ടായിരുന്നു. പാവൂട്ടി എവിടെയെങ്കിലും ആവട്ടെ, എനിക്ക് അറിഞ്ഞൂടാ അത് എവിടായിരുന്നു. ഓക്കെ, എൻ്റെ ഹാർഡസ്റ്റ് പാർട്ട് ഇവിടെ ഞാൻ കുറേ വട്ടം ഇടിച്ചിട്ടുള്ളതാണ്. നേരെ കാണുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ ഇന്ന് നേരെ പോകുന്നത് ഒരു ഇച്ചിരി ലോങ് ഇതായിരുന്നു. ലോങ് സ്ഥലത്തോട്ടാണ് പോകുന്നത് നമ്മളപ്പം. ഓക്കെ, ഞാൻ അന്നേരം ഇങ്ങനെ പോയപ്പോൾ അയ്യോടാ, നമുക്ക് സ്ഥലം മാറിപ്പോയല്ലോ. ഇപ്പം നേരെ ചെന്ന് അവിടെ നിന്ന് തിരിച്ചു വരണം. കുറച്ച് ദൂരമാണ് പോകുന്നത് തിരിക്കാൻ. നമുക്ക് സത്യത്തിൽ ഈ സൈഡ് കണ്ട് ഈ മതിലിൻ്റെ അപ്പുറത്താണ് പോകണ്ടേ. അയ്യോ, അതേ വണ്ടി നേരെ പറന്നു പോകും. ഇവിടെ തിരിയാൻ പറ്റുമോ? ആൾക്കാരെ ഇടിച്ചിട്ടിട്ടങ്ങ് പോവാം. അമ്മച്ചി കണ്ടോ ലഗേജൊക്കെ ആയിട്ട് വരുന്നേ. അമ്മച്ചി കുനാഫ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന കുനാഫ ഇതേ കൊണ്ടുപോകുന്നു അകത്തൂടൊക്കെ. ലാലേട്ടൻ്റെ വണ്ടിയാണ് സ്പടികോ ഏതെങ്കിലും ആട്ടെ, നമുക്ക് കാണാം. ഇതാ ഞാൻ പിന്നെ എടുത്തു. തിരിയാൻ ഇച്ചിരി പണിയാണ് കഴിച്ചത്. തിരിച്ചെടുത്തിട്ടുണ്ട് എങ്ങനെയോ. അപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ പറഞ്ഞില്ല, ഞാനിപ്പോൾ ആ മതിലിനപ്പുറം പറഞ്ഞ അവിടത്താണ് നമുക്കിപ്പോൾ പോകേണ്ടത്. ഇപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ പോവാം, അതല്ലാണ്ട് വേറൊരു വഴിയില്ല. പിന്നെ ഞാൻ ഒരു കാര്യം വിട്ടുപോയി ഗൈസ്. അത് ഞാൻ ഇതിൻ്റെ അകത്ത് പാട്ട് കയറ്റിയില്ല. ഫസ്റ്റ് ടൈമാണ് പ്ലേയിങ് ചെയ്യുന്നത് ഞാനപ്പം. എൻ്റെ ഇന്ത്യൻ വെർഷൻ ഞാൻ പെട്ടെന്ന് കളിക്കാം. ഇത് 2 പാർട്ടായിരിക്കുമേ. ഫസ്റ്റ് പാർട്ട് ഇതാ, സെക്കൻഡ് പാർട്ട് ലോഡിങ് ആയിരിക്കും. ഇവിടെ അല്ല പോകണ്ടേ, ഇത് നേരെ അപ്പുറത്തോട്ടാണ് പോകുന്നത്. കണ്ടെയ്നേഴ്സൊക്കെ കൊണ്ടുപോകത്തില്ലേ, കാർഗോ, അതൊക്കെ നമുക്ക് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ നമുക്ക് വേണ്ടി ഒരു ഷിപ്പ് റെഡി ആയിരിക്കും. ആ ഷിപ്പിലോട്ട് നമുക്ക് കയറണം. പൈസ കൊടുത്ത് 250 രൂപയെ. 250 രൂപയ്ക്കൊക്കെ ആരാണോ ഇതിൻ്റെ അകത്ത് കയറുന്നത്? അപ്പോൾ നമുക്കിപ്പം നേരെ അങ്ങ് പോവാം. എന്ത് ചെയ്യേ നമുക്ക്? ഓക്കെ, ഞാൻ നേരെ ഇപ്പം അങ്ങ് പോകാന്നേ ഉള്ളു. എന്നാലും ഇവിടെ നിന്ന് തിരിക്കുമല്ലേ അങ്ങോട്ട് പിടിച്ച് വലിച്ച്. അപ്പോൾ ഇച്ചിരി ബ്ലറല്ല, ഇച്ചിരി ഐക്കൺ കണ്ടില്ല, അവിടെ നിൽക്കിയതാണ് കേട്ടോ. അപ്പം നമുക്കിപ്പം എൻ്റെ വീട്ടിൽ TV വെച്ചേക്കുന്നതിൻ്റെയാണ് ഈ ഒച്ച കേൾക്കുന്നത് നിങ്ങൾ. ഓക്കെ, ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ, അത് കുഴപ്പമില്ല. നമുക്ക് ഇച്ചിരി സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് പിന്നെ PC-ലോട്ടൊക്കെ കയറാം. ഓക്കെ, കാർഗോ ഷിപ്പിങ്ങിൽ കയറിയിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ബ്രേക്ക് ആയിരിക്കും. ഓക്കെ, നമുക്കിനി റിട്ടേൺ ടു ദ പാസഞ്ചേഴ്സ് ടു സ്റ്റേഷനിൽ തിരിച്ചു പോകണം. നമ്മളിപ്പോൾ എടുത്തില്ല, പാസഞ്ചേഴ്സിനെ എടുത്തെടുത്തു എന്ന് തന്നെ നമുക്ക് തിരിച്ചു പോകണം. ഓക്കെ, ഞാൻ പാട്ട് വെച്ച് നോക്കട്ടെ. ഞാനിപ്പോഴേ ഓർത്ത പിന്നെയും കേസ് പാട്ട് ഞാൻ കയറ്റിയിട്ടില്ലായിരുന്നു. നമുക്ക് നേരെ ഇപ്പോൾ തിരിച്ച് സ്റ്റേഷനിൽ പോവാം. സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടുന്ന് ആൾക്കാരെ പിന്നെ കയറ്റാനുണ്ടോ ഇറക്കാനാണ് കേസ്. ഇവിടുന്ന് നേരെ നമ്മളിനി ഇറക്കാനാണ് പോകുന്നത്. ഓക്കെ, കാർഗോയിൽ കയറി പോവുകയാണ് നേരെ. ചെക്കിങ് ഉണ്ടോ? ചെക്കിങ് ഇല്ല. ചെക്കിങ് ഉണ്ടെന്ന് തോന്നുന്നു. അതെൻ്റെ ചാർജ് കാണിച്ചാണ് കേസ്. ഒരു ആംബുലൻസ് ഉണ്ട്. ഇറപ്പിയോ? ആംബുലൻസ് ഇറപ്പിയോട്ടോ. അതിൻ്റെ അകത്തൊരു ജീവനല്ലേ കേസ്. ആ ജീവന് നമ്മുടെ കൈകളിലല്ലേ അത് കിടക്കുന്ന ആ ജീവൻ. അതിനെ കയറ്റി വിട്ടു. ഒരു മഞ്ഞ വണ്ടി എൻ്റെ പുറകെ വെച്ച് വരുന്നുണ്ട്. അവൻ ഏതവനാണോ? അവനിന്ന് കിട്ടിക്കണം. ബായ്.
നമ്മുടെ മുന്നേ ആംബുലൻസ് പോകുന്നുണ്ട്, നമ്മൾ കയറ്റി വിട്ടേ. നിങ്ങൾക്കിപ്പോൾ കാണുമായിരിക്കുമല്ലോ കിലോമീറ്റർ മീറ്റർ അതൊക്കെ. അതിൻ്റെ മണ്ടയിലായിട്ടാണ് പെർസെൻറ്റേജ് ഡാമേജ്. ആംബുലൻസ് ഇവിടെ നിൽപ്പുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഹോൺ അടിച്ച് നോക്കിയല്ലോ. ഹോൺ അടിച്ചു, പക്ഷെ അത് വേണ്ട വോയിസ്. ഹോൺ അടിക്കണ്ട, അത് ആംബുലൻസ് അല്ലേ, നമുക്ക് ഹോൺ അടിക്കണ്ട. കയറ്റിയിടൂ. നമ്മൾ VIP ആണ്. VIP ആയതുകൊണ്ടല്ലേ നമ്മൾ കയറ്റി വിട്ടേ. ഏത് മോഡ്? 10 മോഡ്. പാസഞ്ചേഴ്സ് കയറൂ, കയറിപ്പോകൂ. ഇതേ ഏറിയതൊക്കെ കയറുന്നു. ഇത് അടുത്തത് അങ്ങോട്ട് കയറുന്നു. ഇതാണ് ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞേ ആൻറ്റി കുനാഫ ആൻറ്റി. കുനാഫ കൊണ്ട് കിടക്കുമോ എല്ലാ ലോകത്തും. ഇപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ പോകേണ്ട ഞാൻ പറഞ്ഞില്ല, സ്റ്റേഷനിലോട്ടാണ്. എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ് എങ്ങനെയുണ്ട്? ഇപ്പം ഇടിയില്ലേ, എന്തെങ്കിലും നടക്കുമോ? ഇടിയത്തില്ലായിരിക്കും എന്ന് ഞാൻ പറയാൻ വന്നപ്പോഴത്തേക്കും ഇടിച്ചു. നിങ്ങൾക്ക് കാണാമായിരിക്കുമല്ലോ ഈ ഇവിടെ താഴെയായിട്ട് ആ മാപ്പ് കാണിക്കുന്നതിൻ്റെ അടിയിലായിട്ട് കണ്ടോ ക്യാമറ, അത് ബാക്ക് ക്യാമറ ആണേ. ഓക്കെ, ഗൈസ് എൻ്റെ കണ്ണി എന്നാണ്ട് പോയപ്പോൾ ഞാൻ പെട്ടെന്ന് വളച്ച് തിരിച്ചു. വണ്ടി പുറകെ എടുക്കണമല്ലോ. എൻ്റെ വണ്ടീൻ്റെ ഡിസൈൻ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? സെറ്റാണ്. ഇതാണ് എൻ്റെ വണ്ടീൻ്റെ മണ്ടലുക്ക്. ഇപ്പം ഇങ്ങനെയൊക്കെ കാണിച്ചാൽ അവനെയും പോയി ചുംബിച്ച് വെച്ച് അവനെ ഉമ്മ വെച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അങ്ങോട്ടെന്നാത്തിന് എടുക്കുന്നതെന്ന് ഞാനും അറിയുന്നില്ല. അങ്ങോട്ടല്ല സത്യത്തിൽ എടുക്കണ്ടേ. എനിക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാമായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ഗൈസ്. ബിക്കോസ് സ്മാർട്ടാന്ന് പറഞ്ഞാലും എൻ്റെ IQ 0 എത്ര IQ 0 വട്ടപൂജ്യം ഞാൻ. ഇപ്പോൾ 1+1 എത്രയെന്ന് ചോദിച്ചാൽ ഞാൻ 0 എന്ന് പറയത്തുള്ളൂ. അത്രയേ ഉള്ളൂ എൻ്റെ ബുദ്ധി. ഓക്കെ, നമുക്കിപ്പോൾ അത് തിരിച്ചിട്ടുണ്ട്. നമ്മൾ ആ ടോക്ക് വിട്, വണ്ടി തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരെ നമ്മൾ പോകാൻ പോകുന്നത് ആ സ്റ്റേഷനിലോട്ടാണ്. ആ പറഞ്ഞ സ്റ്റേഷനില്ലേ, ആ സ്റ്റേഷനിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഓക്കെ, റോഡിൽ ആരും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ക്ലിയർ റോഡാണെന്ന് തോന്നുന്നു. നമുക്ക് വേണ്ടി മാത്രമായിട്ടായിരിക്കും. വണ്ടിയൊന്നും കാണുന്നില്ല ഇവിടെ നിന്ന് തിരിക്കാൻ. ഓക്കെ, ഇപ്പം ആ തിരിവ് കണ്ടായിരുന്നു നിങ്ങൾ? ക്ലീൻ ആയിരുന്നു അത്, നൈസിനത് തിരിച്ച് ഞാൻ ഇങ്ങോട്ട് കയറ്റണം. കയറ്റി ഇനി എവിടാ? ഇവിടുന്ന് നമ്മൾ തിരിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്ന വഴിയാണ് നേരത്തെ വന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കണം. അടുക്കാറായെന്ന് തോന്നുന്നില്ല, സ്റ്റേഷൻ അടുക്കാറായെന്ന് തോന്നുന്നു. അടുക്കാറായി കാണും ഗൈസ്. ഇപ്പം നമുക്ക് കണ്ടറിയാം. ഇതേ വേറെ ബസ്സൊക്കെ പോകുന്നു. അവിടെ ചെക്കിങ്. സ്റ്റേഷനാവണ്ടേ? ഇതാണ് നമ്മുടെ സ്റ്റേഷൻ. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റേഷനിൽ റീച്ച് ആയിരിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. സ്റ്റേ ട്യൂൺഡ്. അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതിൻ്റെ പാർട്ട് 2 ലോഡിങ് ആയിരിക്കുമേ. അപ്പോൾ ബൈ കേട്ടോ. ഇതിൻ്റെ പാർട്ട് 2 ചിലപ്പോൾ ഞാൻ നാളെയോ ഞായറാഴ്ച ഇടും കേട്ടോ, പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്കൊരു ലൈറ്റ് DJ ലാസ്റ്റായിട്ടൊരു ലൈറ്റ് DJയും കൂടി ഇട്ടിട്ട് പോവാം. എൻ്റെ DJ ലൈറ്റ് എന്തിയേ? വേർസ് മൈ DJ ലൈറ്റ്? നമുക്ക് DJ ലൈറ്റൊക്കെ ഇട്ട് പോവാം. എന്തിയേ ലൈറ്റ് വീഴുന്നില്ലല്ലോ? വീണ ഇത് കത്തുന്നുണ്ട്. കത്തി DJ ലൈറ്റ് കത്തി. എൻ്റെ DJ ലൈറ്റ് കത്തും. അത് പൊളി സാധനമാണ്. ആസ് വെൽ നമ്മളിപ്പോൾ പോവുകയാണ്.